കുറച്ച് നാളായി ഞാൻ ഇതേപോലൊരു ദോശത്തവ മേടിക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വലിയൊരു ദോശത്തവയാണ് മേടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കാസ്റ്റ് അയണിൻ്റെ പ്രീ സീസണിങ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഞാൻ വാങ്ങിയത്. പീജോണിൻ്റെയാണ് ഞാൻ വാങ്ങിയത്. അങ്ങനെ ഞാൻ കവറിൽ നിന്ന് ഇളക്കി എടുത്തപ്പം എനിക്ക് പൊട്ടിക്കുന്ന പേപ്പർ കിട്ടി. അപ്പോൾ ഇത് ആദ്യമേ കുറച്ചൊന്ന് പൊട്ടിച്ച് കളിച്ചു. ഇത് പൊട്ടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. ഇത് കൈ കിട്ടിയാൽ പൊട്ടിക്കാത്തതായിട്ട് നമ്മൾ ആരെങ്കിലും ഉണ്ടോ? എന്തായാലും ഞാനിത് കുറച്ചങ്ങ് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ഇതിൻ്റെ ലേബലൊക്കെ ഒന്ന് ഇളക്കി. ഇത് വലിയൊരു ദോശത്തവയാണ്. നമുക്കിത് ഗ്യാസിലും വയ്ക്കാം, അടുപ്പിലും വയ്ക്കാം, മറ്റേ ഇൻഡക്ഷൻ അടുപ്പിലും വയ്ക്കാം. ഇതിന് 2 പിടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ വയ്ക്കുവാണെങ്കിൽ ഇത് ഊരി മാറ്റാം. ഗ്യാസിലൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്കിത് വെച്ചിട്ട് പിടിക്കാനൊക്കെ എളുപ്പമാണ്. അടുപ്പിൽ വയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ ഉരുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാനിത് മെയിനായിട്ട് മേടിച്ചത് അടുപ്പിൽ തന്നെ വെക്കാനാണ്. ഇപ്പം ഗ്യാസിൻ്റെയൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അടുപ്പിൽ വെക്കാനായിട്ടാണ് മെയിനായിട്ട് മേടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിനകത്ത് പിന്നെ പ്രീ സീസണിങ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കതുകൊണ്ട് ഇനി വലിയ പണികളൊന്നുമില്ല. നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇത് നമ്മൾ സാധാ കഴുകുന്ന കണക്ക് ലിക്വിഡ് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ കഴുകിയെടുത്താൽ മതി. സ്ക്രബ്ബർ ഇട്ടൊരയ്ക്കുകയൊന്നും വേണ്ട. നമ്മുടെ സാധാ ചകിരി ഇട്ട് നല്ലതുപോലെ കഴുകിയൊന്ന് എടുക്കാം. അപ്പോൾ ഞാനിനി ഇത് നല്ലതുപോലെ ഒന്ന് അകവും പുറവും ഒക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പിടിയെല്ലാം ഒന്ന് ഊരി മാറ്റി എന്നിട്ടെല്ലാം നല്ലതുപോലെ ഒന്ന് ഉരച്ചിട്ട് കഴുകിയെടുക്കാം. ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല ക്ലീനായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്കൊന്ന് വെച്ച് ചൂടാക്കാം. പിടിയും കഴുകിയെടുക്കാം. ഞാനിപ്പം ഗ്യാസിലോട്ട് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. നല്ലതുപോലെ ചൂടായ ശേഷം ഞാനിപ്പോൾ സവാള മുറിച്ചിട്ട് അതൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കോ പൊടികളോ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. ഇതിലിപ്പോൾ അഴുക്കും പൊടിയൊന്നുമില്ല. സവാള നല്ല ക്ലീനായിട്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഒരു മുട്ടയിട്ട് ചിക്കി അങ്ങ് കളയാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തത് കഴിക്കാൻ എടുക്കാതെ അങ്ങ് കളയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലതുപോലെ എല്ലാ സൈഡിലും നല്ലെണ്ണ ഒന്ന് തൂത്ത് കൊടുത്തു. ഇനി ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് എല്ലാ സൈഡിലും ഒന്ന് ആക്കി നല്ലതുപോലെ ചിക്കി എടുത്തങ്ങ് മാറ്റാം. ഞാൻ എന്നിട്ട് ഇതിൻ്റെ തീ ഇപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഈ കല്ലിൻ്റെ ചൂട് കൊണ്ട് എല്ലാ സൈഡിലും ഇതിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിങ്ങനെ കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് ഈ കല്ല് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഈ കല്ലിൻ്റെ ചൂടെല്ലാം അങ്ങ് പോയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നത് എണ്ണയാണ്. നെയ്യോ എണ്ണയോ എന്ത് വേണേലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പം നല്ലെണ്ണ നല്ല രീതിക്കൊന്ന് തൂത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ അപ്പവും ദോശയൊക്കെ ചുടാൻ നേരത്ത് തേക്കുന്നത് നല്ലെണ്ണയാണ്. അതുകൊണ്ടാണ് നല്ലെണ്ണ എടുത്ത് തേച്ച് കൊടുത്തത്. നല്ലെണ്ണയും തേച്ച് കൊടുത്ത് കല്ല് നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് ഫസ്റ്റ് ദോശ ഒന്ന് ചുട്ടു നോക്കാം. അപ്പോൾ ദോശ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ നമുക്കിത് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ദോശ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ദോശ. നമുക്കിത് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതെടുത്ത് കഴിക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കളഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് നെയ്യൊക്കെ പുരട്ടി കൊടുത്ത് ദോശ ചുട്ടെടുക്കാം. ഞാനിപ്പം നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ തേച്ച് കൊടുത്ത് നല്ല രീതിക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മളിതിപ്പോൾ 1-2 എണ്ണം ചുട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഒട്ടിപ്പിടിക്കലങ്ങ് മാറും. കനം കുറച്ച് ഞാൻ വലുതാക്കി ദോശ ചുട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇളകി വന്ന് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ തവ ഇപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പം ദോശ ചുട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കൂട്ടർക്ക് വേറൊരു രീതിക്കാണ് ദോശ വേണ്ടത്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ചുട്ട് നോക്കിയാണ്.
ദോശമാവ് ഒഴിച്ച് ഇച്ചിരി വലുതാക്കി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയോ ഉപ്പ് പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. അല്പം നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഓരോരുത്തരുടെ കണക്കിനനുസരിച്ച് വേവിച്ചെടുക്കാം. ഇവിടെ മുട്ട അധികം വേവണ്ട. അപ്പോൾ എൻ്റെ തവയെ സെറ്റായിട്ടുണ്ട്, ദോശയെ സെറ്റായി.